So in today's class we will discuss about operation amplifier can be used as a comparator, and also operation amplifier can be used as a in clipper circuit. Okay, so first of all we can go for what is a comparator. Comparator means it will compare the two inputs. Okay, നമുക്കറിയാം ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്സ് എന്ന് പറയുന്നത് ഇൻപുട്സിൽ വരുന്ന ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. ഇപ്പം ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ രണ്ട് ഇൻപുട്ടിലും ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടിൽ ഞാൻ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം തന്നെ ഓൾമോസ്റ്റ് 90 അല്ലെങ്കിൽ 95% പ്രോബ്ലത്തിലും ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിലായിരുന്നു. ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഉള്ള സിസ്റ്റത്തിലായിരുന്നു നമ്മൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോർഷൻ ഓഫ് ഔട്ട്പുട്ട് ഇൻപുട്ടിലേക്ക് ഫെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലത്തെ സർക്യൂട്ടായിരുന്നു നോക്കിയത്. ഓപ്പൺ ലൂപ്പ് കണ്ടീഷനിലുള്ള സർക്യൂട്ടുകൾ, ഓപ്പറേഷൻ ആംപ്ലിഫയർ സർക്യൂട്ടുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ല. എന്തുകൊണ്ടായിരുന്നു നമ്മൾ ഓപ്പൺ ലൂപ്പ് സർക്യൂട്ട് ഉപയോഗിക്കാത്തത്? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓപ്പൺ ലൂപ്പ് സർക്യൂട്ടുകൾ സാധാരണ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ല. കാരണം എന്തായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് കണ്ടീഷനിൽ ആംപ്ലിഫയർ ആയിട്ട് ഓപ്പറേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രാക്ടിക്കൽ ഈവൻ ഗെയിൻ എന്ന് പറയുന്നത് 10,000 100,000 അങ്ങനെ ഒരു വളരെ വലിയൊരു വാല്യൂ ആണ്. നമ്മൾ ഐഡിയൽ കേസിൽ നമ്മൾ പറയുന്നത് ഇൻഫൈനൈറ്റ് ആണെന്നാണ്. ഓക്കെ, ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റേർണൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈവൻ ഒരു സ്മോൾ സിഗ്നൽ കൊടുത്താൽ പോലും, ഈവൻ ഒരു മില്ലി വോൾട്ട് റേഞ്ചിലുള്ള സിഗ്നൽ ഒരു ഇൻപുട്ടിൽ കൊടുത്താൽ പോലും അത് സാച്ചുറേറ്റ് ആയിപ്പോവും, അല്ലെങ്കിൽ അതിൻ്റെ ഗെയിൻ ഇൻഫൈനൈറ്റ് ആവും. ഗെയിൻ ഇൻഫൈനൈറ്റ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ ഒന്നിൽ പോസിറ്റീവ് സാച്ചുറേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് സാച്ചുറേഷനിലേക്ക് ആയിപ്പോവും. ഓക്കെ, സോ ഇത് ഒപ്പം കമ്പാരറ്ററായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് കമ്പാരറ്ററായിട്ട് ഉപയോഗിക്കാം. വൺ ഈസ് നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ, അതർ ഈസ് ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ. ഓക്കെ, വൺ ഈസ് നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ. നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുക്കുന്നതിനാണ് നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ എന്ന് പറയുന്നത്. അതർ ഈസ് ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ. ഓക്കെ, കമ്പാരറ്റർ. ഓക്കെ, ഫസ്റ്റ് വിളിക്കുമ്പോൾ ഫോർ നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ, നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ. നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്ററിൽ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് സിഗ്നൽ കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. സോ ഐ ആം ഗിവൺ, കൺസിഡർ ദിസ് ഈസ് മൈ ഓപ്പറേഷൻ ആംപ്ലിഫയർ. Here I am given Vin, and the inverting terminal is grounded, and we can having supply voltages. ഓക്കെ, ഇപ്പോഴാണ് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. സോ ഓക്കെ, ഫൈൻ, സോറി. ഇപ്പോൾ കാണാമോ? ഓക്കെ, സോ ദിസ് ഈസ് പ്ലസ് VCC, ദിസ് ഈസ് മൈനസ് VE, ആൻഡ് ദിസ് ഈസ് V out. സോ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ എൻ്റെ Vin കൊടുത്തു, ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഞാൻ ഗ്രൗണ്ട് ചെയ്തു. ദിസ് ഈസ് പ്ലസ് VCC ആൻഡ് മൈനസ് VE, ദിസ് ഈസ് V out.
Okay, in this time I am given a sinusoidal signal as input. There is no feedback. ഒന്നും കൊടുത്തിട്ടില്ല. ഒരു സൈനസോയിഡൽ സിഗ്നലാണ് എൻ്റെ ഇൻപുട്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ കൺസിഡർ this is my input, this is positive cycle and this is negative cycle, and this is my input E. Okay, so ഞാനൊരു പോസിറ്റീവ് ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ ആണ്. സോ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് എൻ്റെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. സോ വെൻ എവർ ദ വി ഇൻ ഈസ് ഗ്രേറ്റർ ദാൻ 0 വോൾട്ടേജ്, വാട്ട് വിൽ ഹാപ്പൻ? When V in is greater than 0 voltage, what will happen? എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഔട്ട്പുട്ട് വി ഔട്ട് എന്ന് പറയുന്നത് എ ഇൻറ്റു വി ഇൻ ആണ്. കൺസിഡർ എ ഈസ് ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ, വേർ എ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാക്ടറാണ്. whenever V in is positive, whenever V in is greater than 0, the output voltage V out is go to plus VCC or plus saturation voltage, or we can be say that plus VSAT. In other words, we can positive saturation like etu. Okay, so at that time it will go to plus VSAT. This is plus VSAT. Okay, so whenever the input is higher than 0 voltage, it will goes to plus VSAT. Whenever the input is here, the input is in negative voltage, so it will go to minus VSAT. Okay, so it will be toggle like this. Okay, this is my VSAT. When V in is less than 0 voltage, then V out goes to minus VSAT. Okay, so this is a simple working of a non-inverting comparator. Non-inverting comparator simple ആയിട്ടുള്ള വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് കമ്പാരറ്റർ എന്ന് പറയാൻ കാരണം തന്നെ ഇൻപുട്ടിലെ രണ്ട് സിഗ്നലും നമ്മൾ കമ്പയർ ചെയ്യുള്ളൂ. അപ്പോൾ ഫീഡ്ബാക്ക് ഇല്ലാത്തൊരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ടിൽ രണ്ട് സിഗ്നലുകളും തമ്മിൽ കമ്പയർ ചെയ്യും. ഇപ്പം ഞാനൊരു ടെർമിനൽ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ എൻ്റെ സിഗ്നൽ കൊടുത്തിരിക്കുകയാണ്. ആ കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? വെൻ പോസിറ്റീവ് സൈക്കിളിൽ വി ഔട്ട് വിൽ ഗോസ് ടു പ്ലസ് വി സാറ്റ്, വെൻ നെഗറ്റീവ് സൈക്കിളിൽ വി ഔട്ട് വിൽ ഗോ ടു മൈനസ് വി സാറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് കമ്പാരറ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അപ്പം ഇതൊരു ആംപ്ലിഫയർ ആയിട്ടല്ല വർക്ക് ചെയ്യുക. കാരണം എന്താ, ഇത് ഓപ്പൺ ലൂപ്പ് കണ്ടീഷനിലാണ്. അത് കാരണം ഇതിൻ്റെ ഗെയിൻ വളരെ കൂടുതലായ കാരണം ഇത് ജസ്റ്റ് ഒരു കമ്പയറിങ് സർക്യൂട്ട്. ഇറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നിൽ സാച്ചുറേഷനിലേക്ക് പ്ലസ് സാച്ചുറേഷനിലേക്ക് മൈനസ് സാച്ചുറേഷനിലേക്ക് ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ദി വോൾട്ടേജ് ലെവൽ ഓഫ് inverting and non-inverting input terminal. Okay, so like that we can having inverting comparator. ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുകയാണ്. ഇൻവെർട്ടിംഗ് കമ്പാരറ്ററിൽ സെയിം ആണ്, ഇൻവെർട്ടിംഗ് ടെർമിനലാണ് കൊടുക്കുന്നതെന്നുള്ളൂ. Okay, so I am having here non-inverting terminal is grounded, inverting terminal ഞാൻ എൻ്റെ സിഗ്നൽ കൊടുക്കുകയാണ്. This is my V out, plus VCC minus VE, and I am applying a sinusoidal signal like this. Then you can have output voltage. Here inverting terminal ആണ് ഇൻപുട്ട് സിഗ്നൽ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ whenever there is a positive cycle, the output goes to minus Vsat. Okay, whenever there is a negative cycle, the output goes to plus Vsat. Okay, hope this is clear. എന്തുകൊണ്ടാണ് ഇനീഷ്യൽ പോസിറ്റീവ് വന്നു കഴിഞ്ഞപ്പോൾ? കാരണം ഇൻവെർട്ടിംഗ് ടെർമിനൽ സിഗ്നലാണ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ സിഗ്നലിനേക്കാളും കൂടുതൽ. അപ്പോൾ ഇത് ഔട്ട്പുട്ട് വിൽ ഗോസ് ടു മൈനസ് Vsat, ബിക്കോസ് വി ഔട്ട് എന്ന് പറയുന്നത് എ ഇൻറ്റു വി ഇൻ ആണ്. ഹിയർ വി ഇൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ നെഗറ്റീവ് ടെർമിനലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഔട്ട്പുട്ട് വിൽ ഗോസ് ടു മൈനസ് Vsat വെൻ പോസിറ്റീവ് സൈക്കിളിൽ. കാരണം നെഗറ്റീവ് ടെർമിനൽ കൊടുത്തിരിക്കുന്ന കാരണം നമുക്ക് ഗെയിൻ എന്ന് പറയുന്നത് വി ഔട്ട് ഈസ് നത്തിങ് ബട്ട് മൈനസ് എ ഇൻറ്റു വി ഇൻ ആണ് കിട്ടുക. പോസിറ്റീവ് ടെർമിനലിലാണ് എൻ്റെ ഇൻപുട്ട് കൊടുത്തത് പ്ലസ് എ ഇൻറ്റു വി ഇൻ ആണ് കിട്ടുക. ഓക്കെ, so that is the difference between this non-inverting comparator and inverting comparator. ഈ നോൺ ഇൻവെർട്ടിംഗ് ആൻഡ് ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ സാധാരണ നമ്മൾ സ്ക്വയറിംഗ് സർക്യൂട്ടായിട്ട് ഉപയോഗിക്കാറുണ്ട്. സ്ക്വയറിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് അൺഷേപ്ഡ് ആയിട്ടുള്ള ഇൻപുട്ട് വേവ് ഫോം ചിലപ്പം നമുക്ക് കിട്ടാറുണ്ട്. അതായത് നോയ്സോട് കൂടിയുള്ള ഇൻപുട്ട് വേവ് ഫോം കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഒരു ഷേപ്പുള്ള സർക്യൂട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഈ ടൈപ്പ് സർക്യൂട്ടുകൾ ഉപയോഗിക്കുക. അതായത് ഇപ്പം എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് വളരെ നോയ്സി ആയിട്ടുള്ള ഒരു ഇൻപുട്ടാണെന്ന് വിചാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇൻപുട്ടാണെന്ന് വിചാരിക്കുക. ഇതുപോലെ വളരെ സൈനസോയിഡലൊന്നും അല്ലാത്തൊരു സിഗ്നലാണ് എൻ്റെ വി ഇൻ എന്ന് വിചാരിക്കുക. സോ എൻ്റെ വി ഔട്ട് എന്ന് പറയുന്നത്, ബട്ട് മൈ വി ഔട്ട് ഈസ് ലൈക്ക് ദിസ്. വി ഔട്ട് ഈസ് ഓൾവേസ് പ്ലസ് Vsat, പെർഫെക്റ്റ് സ്ക്വയർ വേവ് ആയിരിക്കും. സോ എ നോയ്സ് സിഗ്നലിനെ പെർഫെക്റ്റ് സിഗ്നലാക്കാൻ, പെർഫെക്റ്റ് സ്ക്വയർ വേവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ കമ്പാരറ്റർ സർക്യൂട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് എന്താണ് ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ സർക്യൂട്ട് എന്ന്. അപ്പം നമ്മളൊരു പെർഫെക്റ്റ് സ്ക്വയർ വേവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സർക്യൂട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ഫോർ op-amp ആസ് എ ക്ലിപ്പർ. ദിസ് ഈസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ. അനദർ ആപ്ലിക്കേഷൻ വി ക്യാൻ ഓൾസോ യൂസ് op-amp ആസ് എ ക്ലിപ്പർ സർക്യൂട്ട്. ക്ലിപ്പർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡയോഡ് വെച്ചിട്ടുള്ള ക്ലിപ്പർ സർക്യൂട്ടുകളൊക്കെ ഇനി ബേസിക് ഇലക്ട്രോണിക്സ് ഡിവൈസിൽ പഠിക്കും. നെക്സ്റ്റ് നമ്മൾ അതിനകത്തായിട്ടാണ് പോകുന്നത്. സോ ഡയോഡ് ആൻഡ് റെസിസ്റ്റർ സർക്യൂട്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ ക്ലിപ്പ് ഓഫ് ചെയ്യുന്നത്. ഒരു വേവിൻ്റെ ഒരു പോർഷൻ നമ്മൾ ക്ലിപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളാണ് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ക്ലിപ്പർ സർക്യൂട്ട് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് വിൽ ക്ലിപ്പ് ഓഫ് ഓർ റിമൂവ് എ പോർഷൻ ഓഫ് ഇൻപുട്ട് വേവ് ഫോം. ഒരു ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഒരു പോർഷൻ ക്ലിപ്പ് ഓഫ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡയോഡ് വെച്ചിട്ടാണ് നമ്മൾ ക്ലിപ്പർ സർക്യൂട്ടുകൾ സാധാരണ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാറ്. അപ്പോൾ op-amp വെച്ചിട്ട് നമ്മൾ ക്ലിപ്പർ സർക്യൂട്ടുകളിലും നമ്മൾ ഡയോഡ് വെച്ചിട്ട് തന്നെയാണ് റിയലൈസ് ചെയ്യുന്നത്. op-amp ഡയോഡും വെച്ചിട്ടാണ് റിയലൈസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, വോൾട്ടേജ് ഈ op-amp ക്ലിപ്പറായിട്ട് ഉപയോഗിക്കുമ്പം ജസ്റ്റ് വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. വോൾട്ടേജ് ഫോളോവർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് എന്താണോ അതിനെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് വോൾട്ടേജ് ഫോളോവർ. അപ്പോൾ ഇൻപുട്ട് വേവ് ഫോമിനെ അതുപോലെ തന്നെ ഫോളോ ചെയ്യും. അതായത് ഇപ്പോൾ എനിക്കൊരു ഓപ്പറേഷൻ ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്, ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ് ആണെങ്കിൽ വൺ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ എൻ്റെ വി ഇൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ലെറ്റ് ഐ ആം അപ്ലൈങ് വി ഇൻ ഹിയർ ആൻഡ് ഹിയർ ദിസ് വി ഇൻ ഈസ് ജസ്റ്റ് വിത്തൗട്ട് എനി റെസിസ്റ്റർ ഐ ആം ഗിവൺ to V out. Then this circuit is a voltage follower, that is V out is V in. That means this is a voltage follower. എന്താണ് ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ്, ദാറ്റ് മീൻസ് ഫോളോ ബൈ ദി ഔട്ട്പുട്ട്.
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ബഫർ സർക്യൂട്ടൊക്കെ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വോൾട്ടേജ് ഫോളോവറാണ് ഉപയോഗിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് വോൾട്ടേജ് ഫോളോവർ. അപ്പോൾ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ക്ലിപ്പർ സർക്യൂട്ട് റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് ഐ എം ഹാവിങ് എ നെഗറ്റീവ് ക്ലിപ്പർ. നെഗറ്റീവ് ക്ലിപ്പർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഇൻപുട്ട് വേവ് ഫോം, ഒരു സൈനസോയിഡ് സിഗ്നലാണ് ഞാൻ ഇൻപുട്ടിൽ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് സൈക്കിളും ഉണ്ട്. നെഗറ്റീവ് സൈക്കിൾ കംപ്ലീറ്റ്ലി ക്ലിപ്പ് ഓഫ് ചെയ്യേണ്ട ഒരു സർക്യൂട്ടാണ് എനിക്ക് റിയലൈസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഡയോഡ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ കറണ്ടിന് മാത്രമാണ് അലോ ടു ഫ്ലോ ചെയ്യുള്ളൂ. യൂണി ഡയറക്ഷണൽ കറണ്ടിന് മാത്രം അലോ ടു ഫ്ലോ ചെയ്യുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡയോഡ് എന്ന് പറയുന്നത് ഒരു PN ജംഗ്ഷനാണ്. ആ PN ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ് ആകുമ്പോൾ മാത്രമാണ് കണ്ടക്ട് ചെയ്യുള്ളൂ, റിവേഴ്സ് ബയാസ് ആകുമ്പോൾ കണ്ടക്ട് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷനിലുള്ള കറണ്ടിന് മാത്രമാണ് അത് അലോ ടു പാസ് ത്രൂ ദി ഡയോഡ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമ്മൾ എപ്പോഴൊക്കെ ഫോർവേഡ് ബയാസ് ആകുന്നോ ഇറ്റ് വിൽ ബി ആക്ട് ആസ് ഐഡിയൽ ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. അതായത് കറണ്ട് ഫുള്ള് കംപ്ലീറ്റ്ലി ഫ്ലോ ചെയ്യും. When it is in a reverse bias, it will be act as an open switch. There will be no current is flowing through the diode. Okay, that is the one of the application of diode. So ഈ ഡയോഡ് വെച്ചിട്ടാണ് നമ്മൾ ക്ലിപ്പ് ഓഫ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെഗറ്റീവ് ക്ലിപ്പറിൽ ഒരു ഇൻപുട്ട് വേവ് ഫോം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് വേവ് ഫോം എല്ലാം ക്ലിപ്പ് ഓഫ് ചെയ്ത് കളയും. ഓക്കെ, സോ ദറ്റ് ഈസ് വോൾട്ടേജ്. Okay, so op-amp has negative clipper. First of all, I need to construct a voltage follower. Here I am given V. There is a voltage follower, and in the output I am given a diode. Here I am given a diode. Okay, and this is my output. There is the diode. Okay, and also this is plus V minus V. Okay, this is my circuit. Okay, in this we can have in two cases. One is whenever there is a positive half cycle and negative half cycle. When positive half cycle means Vin is greater than 0 voltage. Okay, so here I am applying the two cases. Case 1, positive cycle. When the input is having positive cycle, that means Vin is greater than 0 voltage. Vin is greater than 0 voltage. Then the diode is in here, it is positive cycle. So whatever the input, that will be followed by that output. Okay, so here it is positive, so the diode will be in forward bias. Okay, diode forward bias ആകുമ്പോൾ എന്ത് സംഭവിക്കും? It will be act as a, so this diode D is in forward bias. So ideal case it will be act as a closed switch. So whatever the input, so the output V out is equal to V. That is just a voltage follower circuit. Okay, so in positive cycle what will happen? Just draw both cycle. Consider this is my input, positive cycle, negative cycle, and I am looking for the output. If there is no diode, whatever the input, that will be followed by the output. എന്താണ് ഇൻപുട്ട് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ ഫോളോ ചെയ്യും.
Okay, here there is a diode, and but in initial condition I am applying positive cycle, so the diode D is in forward bias, so it will be act as a closed switch. So that means it will be just act as a voltage follower, then whatever the input, that will be followed by the output. So positive cycle we will get whatever the input, that will be get in the output. Okay, hope this is clear, because this is act as a closed switch, that means a conducting line. Okay, in case 2, that means a negative cycle come. Whenever the negative cycle comes, that means V in is less than 0 volt. Okay, so in negative cycle come, the diode will be in a reverse bias. Okay, here the negative come, here there is anode, anode negative, cathode positive ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it's in a reverse bias. That means it will be act as an open circuit. Whenever it will be act as an open circuit, there will be no connection between the op-amp output to the real output. op-amp output real output തമ്മിലൊരു കണക്ഷനും ഇല്ല, ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ that means the output will be 0. Then D is reverse bias. Then open circuit, open switch. So Vout is simply 0 voltage. There is no connection to the op-amp output to the real output. Real output like the connection will that time the output will be 0 volt. Again the next cycle it will be just, so the negative side will be clipped off. In this side, in this circuit, the negative side is clipped off. That is why it is known as negative clipper circuit. Negative side clip off ചെയ്ത circuit ആണ് negative clipper circuit എന്ന് പറയുന്നത്. Then how we can make a positive clipper circuit? Just reversing the position of diode. Diode ഒന്ന് തിരിച്ചു വെച്ചാൽ മതി. കാഥോഡ് ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിലേക്ക്, ആനോഡ് ഔട്ട്പുട്ട് V0യിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we can get a positive clipper circuit. ഓക്കെ, ക്ലിയർ ആയ നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണ് ക്ലിപ്പർ സർക്യൂട്ട് ഉണ്ടാക്കുന്നതെന്ന്. ജസ്റ്റ് ഒരു വോൾട്ടേജ് ഫോളോവറാണ്. ആ വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നതിന് ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ ഒരു ഡയോഡ് വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണ് നിങ്ങൾക്ക്? Then we can have a clipper with reference voltage. എനിക്കിപ്പം ഇപ്പോൾ ഒരു ഇതിൻ്റെ കേസിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ക്ലിപ്പറിൻ്റെ അകത്ത് എന്താണ് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി ക്ലിപ്പ് ഓഫ് ചെയ്ത് കളയും, ഒരു പോർഷൻ മാത്രമാണ് ഇത് ചെയ്യും. എനിക്കിനി ഒരു പോർഷൻ്റെ കുറച്ച് സൈഡ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഡിഫറെൻറ്റ് ഷേപ്പിൽ ക്ലിപ്പ് ഓഫ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള സർക്യൂട്ടുകൾ എങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ദ ക്ലിപ്പർ വിത്ത് റഫറൻസ് വോൾട്ടേജസ്, അതുപോലത്തെ സർക്യൂട്ടിനാണ് നമ്മൾ റഫറൻസ് വോൾട്ടേജുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ക്യാൻ ഗോ ഫോർ ക്ലിപ്പർ വിത്ത് റഫറൻസ് വോൾട്ടേജ്. അതായത് ഒരു പോർഷൻ കംപ്ലീറ്റ്ലി ക്ലിപ്പ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പോർഷന് കുറച്ച് വേണം, അങ്ങനെയൊക്കെയുള്ള സൈഡിലാണ് നമ്മൾ ക്ലിപ്പർ വിത്ത് റഫറൻസ് വോൾട്ടേജ് വയ്ക്കും. സോ ലെറ്റ് ഐ ആം ഹാവിങ് എ സർക്യൂട്ട്. ഈ സർക്യൂട്ടുകളെല്ലാം തന്നെ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടുകളാണ്. Here I am applying V in voltage.
Okay, here I am taking a positive reference voltage. ഒരു പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ് നമ്മൾ ആറിൽ വഴി ഒരു V0യിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഫീഡ്ബാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജിലേക്ക്. ഓക്കെ, ഇത്രയും ഒരു വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടാണ്. ഇവിടെ ഒരു റെഫറൻസ് വോൾട്ടേജോടെ നമ്മൾ അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. റെഫറൻസ് വോൾട്ടേജ് ഇവിടെ പ്ലസ് VCC എന്നാണ് എടുത്തേക്കുന്ന കാരണം പ്ലസ് റെഫറൻസ് വോൾട്ടേജാണ് കൊടുക്കുന്നതെന്ന് മാത്രം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്പേഴ്സുകളൊക്കെ കൊടുക്കാം. അത് കുറച്ചുകൂടി ഈ റെഫറൻസ് വോൾട്ടേജ് എന്നൊക്കെ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവാനായിട്ട് ചെയ്യും. ഇപ്പം ഞാൻ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഒരു 10 വോൾട്ടേജ് പീക്ക് ടു പീക്കുള്ള ഒരു സിഗ്നലാണ് ഞാൻ ഇൻപുട്ടിൽ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. 10 വോൾട്ടേജ് പീക്ക് ടു പീക്കുള്ള സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ plus positive cycle, negative cycle, positive cycle. Okay, this is plus 10 voltage and this is minus 10 voltage, and my reference voltage is 4 voltage. Let my reference voltage is 4 voltage plus 4 voltage. Here I am, let V in is 10 voltage peak to peak. Okay, and Vref is plus 4 volt. Okay, plus 4 volt. So എങ്ങനെ വരും എൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെ വരും? This is my V out. Okay, നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞ് എങ്ങനെ ഔട്ട്പുട്ട് വരുമെന്ന്. ഹിയർ എ പ്ലസ് 4 വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദി ഹിയർ ദിസ് ഈസ് കാഥോഡ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ആനോഡ്. ഇനീഷ്യലി എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. 0 വോൾട്ടേജ് ആണ്. സോ ഹിയർ ഐ എം അപ്ലൈങ് എ പ്ലസ് 4 വോൾട്ടേജ്. ഇവിടെ എപ്പോഴും പ്ലസ് 4 വോൾട്ടേജ് ആയിരിക്കും V0യിലേക്ക് കൊടുക്കുക. V0യിൽ എപ്പോഴും പ്ലസ് 4 വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ 4 വോൾട്ടേജ് ഈ കാഥോഡിലേക്കാണ് കൊടുക്കുന്നത്. സോ ദിസ് ഡയോഡ് വിൽ ബി എന്ത് ബയാസിലായിരിക്കും? ഇനീഷ്യലി ഞാൻ ഇൻപുട്ടിൽ 0 വോൾട്ടേജ് ആണ് കൊടുക്കുന്നത് ആൻഡ് ഔട്ട്പുട്ടിൽ ഈ V0യിൽ എപ്പോഴും ഒരു പ്ലസ് 4 വോൾട്ടേജ് ഉണ്ട്. ദെൻ വാട്ട് ഈസ് my biasing of this diode? എന്ത് ബയാസിങ്ങിലായിരിക്കും ഈ ഡയോഡ് ഇരിക്കുക ആ കേസിൽ? ഈസ് ഇറ്റ് ഇൻ ഫോർവേഡ് ബയാസ് ഓർ ഇൻ റിവേഴ്സ് ബയാസ്? നിങ്ങളൊന്ന് പറഞ്ഞേ. റിവേഴ്സ് ബയാസിലായിരിക്കും. എക്സാക്ട്ലി, വെരി ഗുഡ്. എന്തുകൊണ്ടാണ് റിവേഴ്സ് ബയാസിലാന്ന് പറയുന്നത്? നമ്മുടെ കാഥോഡിലാണ് ഒരു പോസിറ്റീവ് സിഗ്നൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിവേഴ്സ് ബയാസിലാവുമ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഈ ഡയോഡൊക്കെ ഐഡിയൽ ഡയോഡായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഉള്ള അസംഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ വെൻ റിവേഴ്സ് ബയാസിലായിരിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എൻ ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻ്റെ ഇപ്പോഴത്തെ ഔട്ട്പുട്ട്? അപ്പോൾ എന്തായിരിക്കും? What is my output voltage? നിങ്ങൾ പറഞ്ഞു നോക്കി എന്തായിരിക്കും ഔട്ട്പുട്ട്? ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്. ദിസ് സർക്യൂട്ട് ഈസ് ഓപ്പൺ. ഇവിടെ എനിക്ക് സിഗ്നലൊന്നുമില്ല. സോ വാട്ട് ഈസ് മൈ ഔട്ട്പുട്ട് വോൾട്ടേജ്? നിങ്ങൾ പറഞ്ഞു നോക്കുന്നേ എന്തായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചേ. എന്തായിരിക്കും? പ്ലസ് 4 വോൾട്ടേജ്. വെരി ഗുഡ്. എന്തിനാ ഡൗട്ട് അടിക്കുന്നത്? പ്ലസ് 4 വോൾട്ടേജ് ആയിരിക്കും. കാരണം എന്താ? ഇവിടെ ഇൻപുട്ടിൽ നിന്ന് ഒരു കണക്ഷനും ഇല്ല, ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ഒരു കണക്ഷനും ഇല്ല. ആൻഡ്
a direct connection from this plus 4 voltage to the V0. So at that condition my output voltage is plus 4 voltage. Plus 4 voltage ആയിരിക്കും എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഐ ആം അപ്ലൈയിങ് പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 വോൾട്ടേജ് കൊടുത്തു, 1 വോൾട്ടേജ് ഇവിടെ എത്തി. 1 വോൾട്ടേജ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ എൻ്റെ ഡയോഡ് എന്ത് കണ്ടീഷനിലായിരിക്കും? അപ്പോഴും ഡയോഡ് റിവേഴ്സ് ബയാസിലായിരിക്കും. എന്തുകൊണ്ടാണ് റിവേഴ്സ് ബയാസിലാവുന്നത്? എപ്പോഴാണ് ആനോഡിൽ വോൾട്ടേജ് കാഥോഡിൽ വോൾട്ടേജിനേക്കാളും കൂടുതലാവുന്നത് അപ്പം മാത്രമാണ് എൻ്റെ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുള്ളൂ. അപ്പോൾ മാത്രമാണ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ 1 വോൾട്ടേജായി, 2 വോൾട്ടേജായി, 3 വോൾട്ടേജായി, 4 വോൾട്ടേജായി, 4.1 വോൾട്ടേജായി എന്ന് വിചാരിക്കുക. അതായത് 4 വോൾട്ടേജിനേക്കാളും കൂടുതലൊരു വോൾട്ടേജായി. ഞാനിപ്പോൾ 0.1 ഒന്നും എടുക്കുന്നില്ല. എൻ്റെ ഇൻപുട്ട് 5 വോൾട്ടേജായി എന്ന് വിചാരിക്കുക. പോസിറ്റീവ് 5 വോൾട്ടേജായി. അപ്പോൾ എന്താ സംഭവിക്കുക? പോസിറ്റീവ് 5 വോൾട്ടേജ് ആയിക്കഴിഞ്ഞാൽ, ഇൻപുട്ട് വോൾട്ടേജ് ആയിക്കഴിഞ്ഞാൽ ആനോഡിൽ +5 വോൾട്ടേജായി, കാഥോഡിൽ 1 വോൾട്ടേജ് +4 വോൾട്ടേജായി. അപ്പം ആനോഡ് വിത്ത് റെസ്പെക്ട് ടു കാഥോഡിൽ ഫോർവേഡ് ബയാസാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സിംപ്ലി ആക്ട് ആസ് എ വോൾട്ടേജ് ഫോളോവർ. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഫോളോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻപുട്ട് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പോൾ +4 to 10 വോൾട്ടേജ് എന്താണ് ഇൻപുട്ട് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ വരിക. ഇനി +4 താഴ്ത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാലോ അപ്പോഴൊക്കെ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ 4 വോൾട്ടേജ്, അപ്പോഴൊക്കെ ഈ ഡയോഡ് ഓപ്പൺ സർക്യൂട്ടിലായിരിക്കും. അപ്പോഴൊക്കെ ഈ ഡയോഡ് എന്ന് പറയുന്നത് ഈ കണ്ടീഷനിൽ തന്നെയായിരിക്കും. ദെൻ നെക്സ്റ്റ് സൈക്കിൾ വന്നു കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, സോ ദിസ് ഇസ് +10 വോൾട്ട്. സോ എൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു വേവ് ഫോം ആയിരിക്കും എനിക്ക് കിട്ടുക. നിങ്ങൾ ഇതിനകത്ത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെനെവർ ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയി കഴിയുമ്പോൾ, ഈ ഡയോഡ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സ്വിച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സിംപ്ലി ആക്ട് ആസ് എ വോൾട്ടേജ് ഫോളോവർ. യു ഡോണ്ട് കൺസിഡർ, നിങ്ങൾ ഈ സർക്യൂട്ട് ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെപ്പോഴും അത് എപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ആവുന്ന ഒരു പ്രോബ്ലമാണ്. എപ്പോൾ ഇത് വോൾട്ടേജ് ഫോളോവറായിട്ട് ആക്ട് ചെയ്യുന്നു, ദെൻ യു വോണ്ട് കൺസിഡർ ദിസ് റെഫറൻസ് വോൾട്ടേജ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ദെൻ whatever the input voltage that will be applied in the output voltage. നിങ്ങൾ ഈ ക്ലിപ്പർ സർക്യൂട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും അത് മനസ്സിലുണ്ടാകണം. എപ്പോൾ ഇത് ക്ലോസ്ഡ് സ്വിച്ച് ആയോ ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫോളോഡ് ബൈ ദി ഇൻപുട്ടിന് എന്താണോ അത് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. എപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആവുന്നു അപ്പം മാത്രമാണ് ഈ സിഗ്നലുമായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ആ ഡൗട്ട് ക്ലാരിഫൈ ആയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ദെൻ ഞാൻ ഒരു നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇഫ് ഐ ആം അപ്ലൈങ് എ നെഗറ്റീവ് റെഫറൻസ്, then how the output will be. Okay, so this is also a voltage follower circuit. Okay, this is negative, this is positive. I am applying V in here. This is a load resistor. Plus V minus V, and I am taken negative VRF. So I am taken a negative VRF and this is the output. Okay, കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെയാണ്, എക്സെപ്റ്റ് ഞാൻ ഇതിനകത്ത് ഒരു നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജാണ്, മറ്റേതിനകത്ത് ഞാൻ പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജാണ് കൊടുത്തത്. ഐ എം അപ്ലൈങ് ഇൻപുട്ട്. കഴിഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ഞാൻ ഒരു 10 വോൾട്ടേജ് പീക്ക് ടു പീക്ക് ഉള്ള സിഗ്നലാണ് ഇൻപുട്ടിൽ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് +10 വോൾട്ടേജ് ആൻഡ് ദിസ് ഈസ് -10 വോൾട്ടേജ് ആൻഡ് മൈ റെഫറൻസ് വോൾട്ടേജ് ഒരു
-5 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. -5 വോൾട്ടേജ് ഈസ് മൈ റെഫറൻസ് വോൾട്ടേജ്. ദിസ് ഈസ് മൈ റെഫറൻസ് വോൾട്ടേജ്. ഓക്കെ. ഓക്കെ. ഓക്കെ, ഫൈൻ. ദെൻ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ് വാട്ട് വിൽ ഹാപ്പൻ ടു ദി ഇനീഷ്യലി 0 വോൾട്ടേജ് ആകുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയും. അതിന് ശേഷം നമുക്ക് പോസിറ്റീവ് സൈക്കിൾ നോക്കാം, അതിന് ശേഷം നെഗറ്റീവ് സൈക്കിൾ നോക്കാം. ഓക്കെ. 0 വോൾട്ടേജ് ആകുമ്പോൾ എന്ത് കണ്ടീഷനിലായിരിക്കും ഈ ഡയോഡ് എന്ന് പറയുന്നത്? ഫോർവേഡ് ബയാസ് ആണ്. ഫോർവേഡ് ബയാസിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ക്ലോസ്ഡ് സ്വിച്ച് ആകുമ്പോൾ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ദെൻ യു വോണ്ട് കൺസിഡർ whenever this is closed switch, then it will be just act as a emitter follower. emitter follower അല്ല, വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട്. വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടിൽ എന്താണോ ഇൻപുട്ട് വോൾട്ടേജ് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. അറ്റ് ദാറ്റ് ടൈം 0 വോൾട്ടേജ് ഈസ് ദ ഇൻപുട്ട്, സോ ഔട്ട്പുട്ട് ഈസ് ഓൾസോ 0 വോൾട്ടേജ്. ഓക്കെ. So this is -5 voltage, this is -5 voltage, and I am applying a positive voltage like this. So in positive cycle എന്താ സംഭവിക്കുക? പോസിറ്റീവ് സൈക്കിളിൽ ഈ ഡയോഡ് എന്ന് പറയുന്നത് മോർ ഫോർവേഡ് ഇവിടെ ഒരു -5 വോൾട്ടേജ് ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് സിഗ്നലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആനോഡിൽ. സോ ഇത് മോർ പോസിറ്റീവ് ഫോർവേഡ് ബയാസ് ആണ് ആയിക്കൊണ്ടിരിക്കുന്നത്. മോർ ഫോർവേഡ് ബയാസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഡയോഡ് ക്ലോസർ സ്വിച്ച് ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എന്താണോ ഇൻപുട്ട് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ ഫോളോ ചെയ്യുന്നത്. സോ വാട്ട് എവർ ദ ഇൻപുട്ട് ദാറ്റ് വിൽ ബി ഫോളോഡ് ബൈ ദ ഔട്ട്പുട്ട്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്, +10 വോൾട്ടേജ്. ഓക്കെ. ആൻഡ് ഇൻ നെഗറ്റീവ് ബയാസ്, നെഗറ്റീവ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുക? നെഗറ്റീവ് സൈക്കിളിൽ അപ് ടു -5 വോൾട്ടേജ് വരെ എന്താണോ എൻ്റെ ഇൻപുട്ട് അത് തന്നെയായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വരിക. -5 വോൾട്ടേജ് വരെ എന്താണോ എൻ്റെ ഇൻപുട്ട് അത് തന്നെയായിരിക്കും. കാരണം എന്താ? ഈ ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ് ആയിരിക്കും. നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇപ്പോൾ ഇവിടെ -5 വോൾട്ട്, ഇത് നെഗറ്റീവ് സൈക്കിളാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 0 to -5 ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ മൈനസ് വോൾട്ടേജ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഈ ഡയോഡ് റിവേഴ്സ് ബയാസിലായിരിക്കും അപ് ടു -5 വോൾട്ടേജ് വരെ. -6 വോൾട്ടേജിലാവുമ്പോൾ ഇവിടെ -6 വോൾട്ടേജാണ്, ഇവിടെ -5 വോൾട്ടേജാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ആനോഡിൽ മോർ നെഗറ്റീവ് പൊട്ടൻഷ്യലാവും കാഥോഡിനേക്കാൾ. അപ്പോൾ ഈ ഡയോഡ് ആക്ട് ആസ് ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ whenever the diode is act as an open switch, then this circuit is no longer a voltage follower. Whatever this reference voltage, that will be at the output of the circuit. So അപ്പം -5 മേലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we can get the output like this. Then again it will be goes like this. Okay. So we can say that in a positive cycle, diode is forward bias, then just voltage follower. Negative cycle, up to -5 voltage, diode is forward bias. Then voltage follower. At that condition also it is a voltage follower. Okay. That negative cycle, if input greater than -5 voltage, diode reverse bias. Then VRF
is equal to V out. Minus V ref is equal to V out. Okay. ഓപ്പൺ സർക്യൂട്ടിലായിരിക്കുമ്പോൾ മാത്രം ഈ റെഫറൻസ് വോൾട്ടേജ് എന്താണോ അത് വി ഔട്ടിലേക്ക് വരും. ക്ലോസ്ഡ് ആയിരിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ജസ്റ്റ് ആക്ട് ആസ് എ വോൾട്ടേജ് ഫോളോവർ. ആർ യു ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ സർക്യൂട്ടുകൾ വരുമ്പോൾ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് ആവരുത്. നിങ്ങൾ എപ്പോൾ വോൾട്ടേജ് ഫോളോവർ ആവുന്നോ അപ്പോൾ ഇൻപുട്ട് എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് ഫോളോ ചെയ്യുന്നത്. എപ്പോൾ വോൾട്ടേജ് ഫോളോവർ ആവുന്നില്ലേ അപ്പോൾ എന്താണോ നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് അതായിരിക്കും ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെൻറ്റ് പോലെ തരാം. ഇപ്പം പ്ലസ് റെഫറൻസ് വോൾട്ടേജ് നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജും കൊടുത്തു, ഞാൻ എൻ്റെ സിഗ്നൽ വരച്ചു. ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡയോഡിൻ്റെ പൊസിഷൻ ഇപ്പം ആനോഡും കാഥോഡും ആയിട്ടാണ് ഞാൻ കണക്ട് ചെയ്തത്. ഇതൊന്ന് തിരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. തിരിച്ച് കണക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നെടുത്ത് കാഥോഡിലേക്ക് കൊടുക്കുക, ആനോഡിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുക, ദെൻ പ്ലസ് റെഫറൻസ് വോൾട്ടേജ് മൈനസ് റെഫറൻസ് വോൾട്ടേജ് നിങ്ങൾ കൊടുക്കുക, ദെൻ നിങ്ങളതിന് വേവ് ഫോം വരച്ച് നോക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഞാൻ എന്താണ് പറഞ്ഞതെന്ന്, എന്താണ് അസൈൻമെൻറ്റ് ആയിട്ട് തന്നതെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അതായത് ജസ്റ്റ് ഡയോഡിൻ്റെ പൊസിഷൻ നിങ്ങളൊന്ന് റിവേഴ്സ് ചെയ്യും. ഓക്കെ. ദെൻ നിങ്ങൾ അതിൻ്റെ വേവ് ഫോം ഒന്ന് വരയ്ക്കുക. ഓക്കെ ഫൈൻ. Then we can move to the next session. സോ നമ്മൾ കമ്പാരിറ്റർ നോക്കി, അതുപോലെ തന്നെ സർക്യൂട്ടുകൾ നോക്കി. ക്ലിപ്പർ സർക്യൂട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ദെൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ഒരു കൺസെപ്റ്റ് വൈസ് പ്രോബ്ലമാണ്. ഇതിനായിട്ട് റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലമാണ്. Number 1, find the duty cycle in percentage of the given circuit. Okay, I have to find out the duty cycle. Plus 12 volt minus 12 volt, and this is my V out, and V in is 8 sin t. V in is 8 sin t. എന്താണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ സ്ക്വയർ വേവും അതിൻ്റെ ഡ്യൂട്ടി സൈക്കിളും ഒക്കെ പഠിച്ച, ജസ്റ്റ് എന്നാലും ഒരു റിമൈൻഡറായിട്ട് ഞാൻ പറയാം. വാട്ട് ഈസ് ഡ്യൂട്ടി സൈക്കിൾ? കൺസിഡർ വി ക്യാൻ ഹാവിങ് എ സ്ക്വയർ വേവ്. ഒരു സ്ക്വയർ വേവ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിനൊരു സ്ക്വയർ വേവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഓൺ ടൈമാണ്, ടി ഓൺ ടൈമാണ്, ഇത് ഓഫ് ടൈമാണ്, ടി ഓഫ് ടൈമാണ്. ഓക്കെ, സോ ദിസ് ഈസ് പോസിറ്റീവ് സൈക്കിൾ ഓൺ ടൈമും നെഗറ്റീവ് സൈക്കിൾ ഓഫ് ടൈമും ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ടി ഓൺ ടൈം, ടി ഓഫ് ടൈം. ഓക്കെ, സോ വാട്ട് ഈസ് ദ ടൈം പീരീഡ്? ടൈം പീരീഡ് ഈസ് നത്തിങ് ബട്ട് ടി ഓൺ പ്ലസ് ടി ഓഫ്. ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഓൺ പ്ലസ് ടി ഓഫ് ആണ്. ഓക്കെ, ദെൻ ഡ്യൂട്ടി സൈക്കിൾ ഈസ് നത്തിങ് ബട്ട്
duty cycle is nothing but T on divided by T. In percentage പറയുകയാണെങ്കിൽ T on divided by T. ഓക്കെ, അപ്പോൾ അത് സാധാരണ സ്ക്വയർ വേവ് ആണെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ 50% ആയിരിക്കും. കോമൺ സ്ക്വയർ വേവ് ആണെങ്കിൽ കോമൺ സ്ക്വയർ വേവ് ഡ്യൂട്ടി സൈക്കിൾ ഈസ് 50%. 50% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ടൈമും ഓഫ് ടൈമും സെയിം ആയിരിക്കും. സാധാരണ ഒരു സ്ക്വയർ വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ടൈമും ഓഫ് ടൈമും സെയിം ആയിരിക്കും. സാധാരണ നമ്മൾ ക്ലോക്കുകൾ കൊടുക്കുന്നതൊക്കെ എല്ലാം തന്നെ ടി ഓണും ടി ഓഫും സെയിം ആയിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഡ്യൂട്ടി സൈക്കിൾ, കാരണം ഇപ്പം ടി ഓൺ 1 സെക്കൻഡ് ആണെന്ന് വിചാരിക്കും, ടി ഓഫും 1 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഞാൻ കുറേ എക്സാമ്പിൾ പറയുന്നതാണ്. ഈക്വൽ ടു 2 സെക്കൻഡ്. സോ ദി ഡ്യൂട്ടി സൈക്കിൾ ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് ബൈ 2 സെക്കൻഡ്, ദാറ്റ് ഈസ് 50%. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡ്യൂട്ടി സൈക്കിൾ. ഓക്കെ, നമുക്ക് എന്താണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് ഞാൻ നമുക്ക് റിമൈൻഡ് ചെയ്തതാണ്. ഓക്കെ, ദെൻ വി ക്യാൻ ഹാവിങ് ദ സർക്യൂട്ട്. ഇതാണ് എൻ്റെ സർക്യൂട്ട്. ഓക്കെ, ദിസ് ഈസ് ജസ്റ്റ് എ കമ്പാരറ്റർ സർക്യൂട്ട്. കമ്പാരറ്റർ സർക്യൂട്ടാണ് ഇതൊരു. നമുക്ക് പറയുകയാണെങ്കിൽ ഇതൊരു നോൺ ഇൻവേർട്ടിംഗ് കമ്പാരറ്ററാണ്. ബട്ട് ഇവിടെ നെഗറ്റീവ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യുന്നതിന് പകരം ഒരു 4 വോൾട്ടേജ് കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 വോൾട്ടേജിന് മേലെ ഇൻപുട്ട് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് വി ഔട്ട് പ്ലസ് വി സാറ്റിലേക്ക് ടോഗിൾ ചെയ്യുകയുള്ളൂ. അല്ലാത്ത സമയത്ത് എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് വി സാറ്റിലായിരിക്കും. ക്ലിയർ ആയോ? കാരണം ഇപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജാണെന്ന് വിചാരിക്കുക. ഇൻപുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജാണ്. നെഗറ്റീവിൽ അപ്പോഴും ഒരു ഡി സി വോൾട്ടേജ് 4 വോൾട്ടേജ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നെഗറ്റീവിൽ 4 വോൾട്ടേജ് ഡി സി കൊടുത്ത കാരണം എന്താണ് എനിക്ക് സംഭവിക്കുക? ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് വി സാറ്റിലായിരിക്കും, അതായത് -12 വോൾട്ടേജിലായിരിക്കും ഇനീഷ്യലി. എപ്പോഴാണ് എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് +12 വോൾട്ടിലേക്ക് പ്ലസ് വി സാറ്റിലേക്ക് ടോഗിൾ ചെയ്യുക? എപ്പോൾ എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഈ 4 വോൾട്ടേജിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു പോസിറ്റീവ് വോൾട്ടേജ് വരുന്നു, അപ്പോൾ മാത്രമാണ് എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് +12 പ്ലസ് വി സാറ്റിലേക്ക് പോവുക. അല്ലാത്ത എല്ലാ ടൈമിലും എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് -12 വോൾട്ടിലേക്കായിരിക്കും, മൈനസ് വി സാറ്റിലേക്കായിരിക്കും. ബിക്കോസ് എന്താണ്, ഇവിടെ മൈനസിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഒരു +4 വോൾട്ടേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയോ? എന്താ ഞാൻ പറഞ്ഞതെന്ന് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ പറ്റും? എൻ്റെ സിഗ്നൽ ഞാൻ കൊടുക്കാം. ഗിവൺ എ എന്ന് പറഞ്ഞൊരു സിഗ്നലാണ് എൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ ഇൻപുട്ട് വേവ് ഫോം. ആൻഡ് 8 sin t ആണ് ഞാൻ കൊടുക്കുന്നത്. സോ ദിസ് ഈസ് +8 വോൾട്ടേജ് ആൻഡ് ദിസ് ഈസ് -8 വോൾട്ടേജ്, -8 വോൾട്ടേജ്. ആൻഡ് 4 വോൾട്ടേജ് ആണ് എൻ്റെ റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് കൊടുക്കുക. ദിസ് ഈസ് +4 voltage is my reference voltage. So up to +4 voltage എന്തായിരിക്കും? എൻ്റെ ഔട്ട്പുട്ട് മൈനസ് വി സാറ്റ് ആയിരിക്കും, അതായത് -12 വോൾട്ടേജ് ആയിരിക്കും. ഡ്രോയിങ് okay, up to +4 voltage, or the input is greater than this +4 voltage, the output is to plus V sat, that means +12 voltage.
ഇതായിപ്പോയി. അത് സോ വി ക്യാൻ ബി. അപ്പോൾ എനിക്ക് ഈ ഓൺ ടൈം എന്തോരമാണെന്ന് കണ്ടുപിടിക്കണം. ഓൺ ടൈം എവിടം തൊട്ട് എവിടം വരെയാണ്, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയാണ് എൻ്റെ ഓൺ ടൈം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ പോയിന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം.